ചെറുപുഴയിലെ കർഷകരുടെ ദുരിതം അവസാനിക്കുന്നില്ല. ശക്തമായ മഴയും ചുഴലിക്കാറ്റിന് ശേഷം ഇപ്പോൾ കാട്ടാനയുടെ ശല്യം വേട്ടയാടുകയാണ് പ്രദേശവാസികളെ. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം സംഭവിച്ച കർഷകരുടെ കൃഷിയിടം സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ. പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം സംഭവിച്ച കർഷകരുടെ കൃഷിയിടം സന്ദർശിക്കുന്നതിന് പിറകെയാണ് കാനംവയൽ ചേന്നാട്ടുകൊല്ലിയിൽ കാട്ടാന ഇറങ്ങി വാഴ, കവുങ്ങ്, തെങ്ങ് എന്നിവ നശിപ്പിച്ചത്. പേമാരിയിൽ ഏകദേശം 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങൾ നശിച്ചിരുന്നു. കോടികളുടെ നാശനഷ്ടമാണ് ഈ കാലയളവിലുണ്ടായത്. കാലവർഷം ഒരുവിധം കെട്ടടങ്ങിയപ്പോഴാണ് കാനംവയലിൽ ചേന്നാട്ടുകൊല്ലിയിൽ കാട്ടാന ഇറങ്ങി പൂച്ചാലിൽ സണ്ണി, പള്ളിത്താഴത്ത് ബെന്നി എന്നിവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടി വാഴ ആന കളഞ്ഞതിന് കൊടുത്തിട്ട് ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കായ്മകൾ സണ്ണിച്ചേട്ടൻ അതിന്റെ പുറകെ നടന്ന് പുള്ളിയെ പൈസ പോയതും കുറെ മിച്ചം. കുറെ ചേമ്പൊക്കെ സർവ്വസാധനം പകൽ ഇന്ന് വരെ ഇറങ്ങിയില്ല. സന്ധി കഴിയുമ്പോൾ സന്ധിയോട് ഭയങ്കര റോട്ടിൽ കയറും. അത് ഒന്നെങ്കിൽ പടക്കം പൊട്ടിക്കാൻ പൊതുവെ നമ്മളാരും അറിയല വന്ന് കയറിയ തന്നെ. പിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് പറഞ്ഞ് ആദ്യമൊക്കെ അവർ പടക്കം കൊടുത്തിരുന്നു. ഇപ്പൊ അവർ ചോദിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഫണ്ടൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു. ഇതിനകത്ത് 400 ചില്ലറ വാഴയുണ്ട്. ഇപ്പൊ 10-50 വാഴ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരിക്കൽ ഞാൻ തൈവാഴ വെച്ചപ്പോൾ വന്ന ചോദിച്ചപ്പോൾ 10-200 വാഴ നടിച്ചിട്ട് പോയി ഒറ്റ ദിവസം കേട്ട്. ഞാൻ പിന്നെ രണ്ടാമത് വേറെ വാഴ മേടിച്ചു വെച്ചു. എല്ലാം കൊച്ചവാഴ. എല്ലാം കുത്തിയെടുത്തു. കരിക്കാൻ മാത്രം ഇല്ല, തൊടിയല. അതിന്റെ ഈ പിണ്ടി മാത്രം. പഴുത്ത പോലെയും തൊടിയല ഒന്നുമില്ല. എല്ലാം മാറ്റി വെക്കുള്ളൂ. പിണ്ടിയും ഇലയും വലിച്ചു കയറി തിന്നേച്ചു. തെങ്ങ് വലിച്ച് പറിച്ചിട്ട് അതിന്റെ ഇതെല്ലാം ഓലെല്ലാം തിന്നേച്ചു. ഇന്നലെ അപ്പുറം കയറിയതും അതുപോലെ ആ റോട്ടിന് തെങ്ങും പ്ലാവിന്റെ ചോട്ടിക്കൊല്ലെല്ലാം നടന്ന് ചക്കയും പറിച്ച് തിന്ന്. പുള്ളിയുടെ മിറ്റത്തിനടി കയറി വാഴയും പറിച്ച് തെങ്ങിൻ തൈയും പറിച്ച് പുള്ളിയുടെ മിറ്റത്തോടെ മുകളോട്ട് കയറി കറങ്ങി കഴിച്ച് പെരക്കി വെച്ചിറങ്ങി പുള്ളി കള്ളോട്ട് കയറിപ്പോയി. പുള്ളി കണ്ടിട്ട് പുള്ളി പടക്കം പൊട്ടിച്ച് പുള്ളി കയറ്റി വിട്ടു. അവിടെ നിന്ന് തന്നെ ഒരു മനുഷ്യനില്ല, പുള്ളി മാത്രമേ ഉള്ളൂ. വിളിച്ചാൽ പോലെ അതിലേക്കത്തെ ഒരു മനുഷ്യന്മാരില്ലാതെ. ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു, കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുമാർ എന്നിവർ കാട്ടാന നശിപ്പിച്ച കൃഷിയിടം സന്ദർശിച്ചു. വന്യജീവി ആക്രമണം നേരിടുന്ന മുഴുവൻ കൃഷിയിടങ്ങളും വിള ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്താൻ തീരുമാനമെടുത്തു. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, ഓപ്പോസിറ്റ് മാഗ്നം മാൾ, മെയിൻ റോഡ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, ഏറ്റവും നല്ലത്.